ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RJP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റി UP സ്ഥാപിച്ചതിന് എന്താണെന്ന് മനസ്സിലായില്ല. അതുപോലെ ഇവിടുത്തെ കിബി ഫണ്ട്, കിബി നിൽക്കുന്ന ഫണ്ട് അത് ഇവരെ ഈ കേന്ദ്ര വികസനത്തിലേക്ക് ഉൾക്കൊള്ളിച്ചു. ആലോചിച്ചോക്കണം. കടത്തിന്റെ ഇവരാണ് കേരളത്തിലെ വികസനം പറഞ്ഞത്. ആലോചിച്ച് നോക്ക് സാർ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങും ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടായിരുന്നു സാർ. 100% ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടായിരുന്നു സാർ. റെയിൽവേ വികസനത്തിനകത്ത് കേരളത്തിനോട് എന്നല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തോടും ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. 2, നിങ്ങളുടെ വികസനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ, മറ്റ് ട്രെയിനുകൾ, കോച്ചുകൾ കൃത്യമായി തന്നെ തന്ന് ഈ കേരളത്തിനോട് നീതി പുലർത്തിയിട്ടുള്ള കാര്യത്തെ എന്തുകൊണ്ടാണ് സാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അംഗീകരിക്കാത്തത്? എന്താണ് സാർ അങ്ങ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ അതിനെ ബഹുമാനിക്കുന്നില്ലേ സാർ? അങ്ങ് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിഹിതം കൃത്യമായി പഞ്ചായത്തുകൾ അടക്കമുള്ള സ്ഥലത്ത് കൊടുത്തത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ചോദിക്കട്ടെ സാർ. ജലജീവൻ പദ്ധതി ഒരു വിവരവും 3 മാസവും 4 മാസവും ക്ഷേമ പെൻഷൻ മുടക്കി വെച്ച എന്ത് അടിസ്ഥാനത്തിലാണ് സാർ? ഇന്നത്തെ വിശപ്പ് നാളെ ഊണ് കഴിച്ചാൽ മാറുമോ? ചോദിക്കോട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, വികലാംഗ ക്ഷേമ പെൻഷൻ കൊടുത്തോ, കിട്ടണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ, തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ? അന്നം, വെള്ളം, വെളിച്ചം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് ബോധ്യമില്ല സാർ? അപ്പൊ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഉല്ലാസ് ബാബു സാർ, വന്ദേ ഭാരത് ഇവിടെ ഓടാനുള്ള കാരണം കറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഇന്ത്യയിലെ ആകെ ഒരു സംസ്ഥാനം കേരളമാണ്. വന്ദേ ഭാരത് നല്ലതാണോ? വന്ദേ ഭാരത് നല്ലതാണോ പൊട്ടയാണോ? വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് കേരളത്തിലാണ്. വൃത്തിയായി ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന ചെലവുകൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനെന്താ വിരോധമുള്ളത്? അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് യാത്ര ചെയ്തവർക്ക് അതിന്റെ ഗുണമുണ്ടെന്നേ. 7 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോകുന്നവർക്ക് 5 മണിക്കൂർ കൊണ്ടാകുന്ന സമയത്ത് അവന് കിട്ടുന്ന വിഹിതത്തിന്റെ ഒരു വിഹിതം സ്വാഭാവികമായിട്ട് ടോളായിട്ട് പിരിക്കപ്പെടുന്നതാവും. എന്തായാലും പ്രയാസമുള്ളത്. ഈ പറഞ്ഞ റോഡുകളൊക്കെ 7 ദിവസത്തിനുള്ളിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാർ പണിത റോഡുകൾ മുഴുവനും മോഡി സർക്കാർ വന്നല്ലോ സാർ. കോൺട്രാക്ടർമാരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് നടപടി ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. എന്താണ് സാർ നിങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കേന്ദ്രത്തിലേക്ക് മാത്രം നോക്കുന്നത്? ഈ കേരളത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്രത്തിലേക്ക് മാത്രം നോക്കുന്നത്, നിങ്ങളുടെ വികസന പദ്ധതി മാത്രം കാണാതിരിക്കുന്നത്, നിങ്ങൾക്ക് കഴിയുന്ന വികസന പദ്ധതി എന്താ നടപ്പിലാക്കുന്നത്? ഒരു ചോദ്യം, ഇവരെത്ര സ്റ്റേറ്റിൽ ഭരിക്കുന്നുണ്ട്? അവിടെ ഈ സംഭവം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അതിദരിദ്രമുക്തി. കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല, പക്ഷേ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വാർത്ത വായിച്ചതിൽ മധു ഉണ്ടായിരുന്നല്ലോ അല്ലെ? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസ് അവിടെ വിക്കാട്ടിരിക്കുക, എലികളും ആളുകളും കയറിയിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി മേടിച്ചോ? അവിടെ ഇല്ല സാർ, നോട്ടയ്ക്ക് പുറകിലാണ് സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ തത്വം, നിങ്ങളുടെ ആദർശം, നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യ നിങ്ങൾക്ക് ഭരിക്കാമായിരുന്നില്ലേ? എന്താ സാർ കാലം ഇത്രയായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ സാധിക്കാത്തത്? നിങ്ങളുടെ ആശയങ്ങൾ അറബിക്കടലിലേക്ക് എറിഞ്ഞു സാർ ജനങ്ങൾ. നിങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട സാർ. അതുകൊണ്ടാണ് ബീഹാറിൽ പോയത് സാർ. നിങ്ങൾ ഹരിയാനയിൽ വന്നോ? ബീഹാറിലുണ്ടോ? ഡൽഹിയിലുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? പറയൂ സാർ. മനഃശക്തി തരണേ. പോലെയുള്ള ഏറ്റവും പിന്നോക്കമുണ്ടായിരുന്ന സംവിധാനത്തിൽ, അവിടെ കാർഷിക വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ, അവിടെ ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ജനങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികാരത്തിൽ BJP ഏറ്റിയല്ലോ. ഇവരുടെ CPM ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ആ മാറ്റങ്ങൾ RJD-യുടെ കൂടെ ഇതേ കോൺഗ്രസ് കൂടി, അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ 3ാം തവണയും ഇങ്ങനെ അംഗീകരിക്കാത്തതുകൊണ്ട് സ്വന്തം മനസ്സിലാക്കണം.
അല്ല ജയിക്കുന്നത്. വോട്ട് വെട്ടിയോ വോട്ട് ചേർത്തോ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തല്ല ജയിക്കുന്നത്. റിസർച്ച് യൂണിറ്റ് വേണ്ടെന്ന് പറഞ്ഞ തൃശ്ശൂര് നിങ്ങൾ ആദ്യം റിസർച്ച് സെന്റർ വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്? സെൻട്രൽ ഫോറൻസിക് റിസർച്ച് സെന്റർ തൃശ്ശൂരിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ എംപിയോട് വേണ്ടെന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി കേരള സർക്കാരിന്റെ ഈ വിഷയം ഉയർന്നു വന്നിട്ട് ഈ പുലിക്കളി വിഷയം ഉയർന്നു വന്നിട്ട് 1.5 വർഷമായി. അല്ല 1.5 മാസമായി സുരേഷ് ഗോപി ഡയറക്റ്റ് ആയിട്ട് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിരുന്ന് വാദിക്കാൻ നിൽക്കാണ് സുരേഷ് ഗോപി. ചാനലിന്റെ റിപ്പോർട്ടോട് ചോദിക്കുക. സുരേഷ് ഗോപി മന്ത്രി കൃത്യമായി മാതൃഭൂമിയോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. പറ്റിപ്പോയതാണ്. ചമ്മാതെ ഞാനല്പം ചായ എടുക്കാം. ചമ്മൽ മാറ്റാൻ നല്ലതാ. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അനുവദിച്ചിട്ടില്ലേ? കണക്ക് കൊടുക്കാത്ത കേരള സർക്കാരല്ലേ? കേരള സർക്കാർ നിങ്ങൾ പുലിക്കളിക്കാരെ ചതിച്ചവരല്ലേ? വഞ്ചിച്ചവരല്ലേ? നീതികേട് കാണിച്ചവരല്ലേ? ഭിന്നശേഷിക്കാർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിന്നാ പറഞ്ഞത്. പക്ഷേ 2000 ചേർത്ത് 1600 3600 കുടിശ്ശികയില്ലാതെ എല്ലാം കൊടുത്തു തീർത്ത്. കേന്ദ്ര സർക്കാർ 2.5 വർഷമായി നിങ്ങൾ തരുന്ന 300 രൂപ തന്നിട്ടില്ല. ഇതുവരെ 300 രൂപ 2.5 വർഷമായി കുടിശ്ശികയാണ് കേന്ദ്ര സർക്കാർ തരുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതം കിട്ടുന്ന അറിയുന്നില്ല. വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.